നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാ ബഹുമാന്യരായ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാനിടയുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ പൂയ നക്ഷത്രക്കാരുടെ ഈ വരുന്ന ഒരു വർഷത്തെ ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് ഈ ജനുവരി മുതൽ വരുന്ന ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ എന്തെല്ലാം ഫലങ്ങളാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. ഈ വർഷത്തെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. വർഷാരംഭത്തിൽ ശനി കുംഭൻ രാശിയിലാണ്. മാർച്ച് 29 ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കും. വ്യാഴമാണെങ്കിൽ ഇപ്പോൾ ഇടവൻ രാശിയിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മെയ് മാസം 14 മിഥുനം രാശിയിലേക്ക് സംക്രമിക്കും. രാഹുവും കേതുവും മീനം, കന്നി എന്നീ രാശികളിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹു മീനത്തിലും കേതു കന്നിയിലും. മെയ് 18 ആകുമ്പോഴത്തേക്കും ഇവ രണ്ടും പുറകോട്ട് നീങ്ങിയിട്ട് രാഹു കുംഭത്തിലേക്ക് വരും, കേതു ചിങ്ങത്തിലേക്ക് വരും. ഇതാണ് പ്രധാന ഗ്രഹമാറ്റങ്ങൾ. പിന്നെ സൂര്യനും ശുക്രൻ, ബുധൻ, ചൊവ്വ തുടങ്ങിയവയൊക്കെ ഈ രാശികളിൽ കൂടെ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. സൂര്യനും ബുധനും ശുക്രനും ഒരു മാസം കൊണ്ടും, ബുധൻ ചിലപ്പോൾ അതിലും കുറച്ചേ എടുക്കുകയുള്ളൂ. ചൊവ്വയാണെങ്കിൽ 1.5 മാസം കൊണ്ടുമാണ് ഒരു രാശി കിടക്കുന്നത്. അപ്പോൾ ഇത് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പൂയം നക്ഷത്രക്കാരുടെ ഫലം ഒന്ന് നോക്കാം. പൂയം കർക്കിടകക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഗുരുഭക്തി, മതനിഷ്ഠയൊക്കെ ഉള്ളവരാണ്. ഏറ്റെടുത്ത ചുമതലകൾ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടൊക്കെ നിർവഹിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ആത്മവിശ്വാസമുള്ള നക്ഷത്രക്കാരാണ്. അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, ആര് തെറ്റ് ചെയ്താലും മുഖം നോക്കാതെ വിമർശിക്കുന്നൊരു സ്വഭാവം അവർക്ക് ഉണ്ടായിരിക്കും. പലപ്പോഴും ആവശ്യത്തിലേറെ സ്വാതന്ത്ര്യബോധം ഉള്ളിൽ ഉണ്ടായിരിക്കും. എന്തും നേരിടാനുള്ള ഒരു മനസ്സും ഉണ്ടാകും. ഈ കുടുംബത്തിൽ തന്നെ നിൽക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. എങ്കിലും പലർക്കും വീട് വിട്ട് ദൂരേക്ക് പോകേണ്ട അവസ്ഥയുണ്ടാകും. ജോലി കിട്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ആ കുടുംബ വീട് വിട്ട് പുറത്തേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകും. അങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് അവർക്ക് ധനം സമ്പാദിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വിവാഹ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. മനസ്സിനിണങ്ങിയ പങ്കാളിയെ ലഭിക്കാൻ പൂയ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. ഈ ഒരു പ്രത്യേകതയുള്ളത്, ജീവിത പങ്കാളിയോട് നല്ല സ്നേഹവും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയും ചെയ്യും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയും അവർക്കുണ്ട്. 32 വയസ്സിന് മുകളിലാണ് അവർക്ക് വളരെ ശുഭകരമായൊരു കാലം ഉണ്ടാകുന്നത്. പിന്നെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് 32 വയസ്സെന്ന് പൊതുവായ ഒരു ഏജ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ വർഷത്തെ ഫലം നമുക്ക് നോക്കാം. വ്യാഴം വർഷാരംഭത്തിൽ അവരുടെ 11-ാം ഭാവത്തിലാണ്. 11-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് നല്ല അനുഗ്രഹം ലഭിക്കുന്ന കാലമാണ്. അതുകൊണ്ട് വ്യാഴാനുകൂല്യം ഉള്ളതുകൊണ്ട് ആഗ്രഹിച്ച പദവികൾ ലഭിക്കാനായിട്ട് ഇടയാകും. പ്രമോഷനോ അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷനിൽ ആണെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയായിട്ടൊക്കെ നിയമിക്കാൻ അവർക്ക് യോഗമുണ്ട്. സ്വയം ചിന്തിച്ചും പിന്നെ കാര്യകാരണ സഹിതം സാഹചര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തും പോകുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാകും. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഫലപ്രാപ്തിയിൽ എത്തിച്ചേരും. വീട് നിർമ്മിക്കാനായിട്ട് വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വർഷം അത് സാധിക്കുന്നതാണ്. മക്കളുടെ വിവാഹം നല്ല രീതിയിൽ നടത്താനുള്ള യോഗമുണ്ട്. സാമ്പത്തിക തടസ്സങ്ങൾ സാമാന്യം പരിഹരിക്കാനായിട്ട് സാധിക്കും. കടങ്ങളൊക്കെ പരിഹരിക്കാനും കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കാനുമൊക്കെ യോഗമുള്ളൊരു വർഷമാണ്. വർഷാരംഭത്തിൽ അഷ്ടമശനിയുടെ വിഷമതകൾ ഉണ്ടാകും. 8-ലാണ് ശനി. പക്ഷേ അന്നേരവും മാരകദോഷമില്ല. കുംഭത്തിലാണ് ശനി നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാവില്ല. പിന്നെ പൂയ നക്ഷത്രവും ശനിയുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ. മാർച്ച് മാസം ഒടുവിലെ ശനിമാറ്റം ഗുണകരമാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് കുറച്ച് ആശ്വാസം ലഭിക്കുന്നതാണ്. സന്താന ഗുണം ഉണ്ടാകാൻ യോഗമുണ്ട്. സാമ്പത്തികമായിട്ട് ഉന്നമനം കൈവരിക്കുന്ന ഒരു സമയമാണ്. ജോലി ചെയ്യുന്നതിൽ നിന്നും അതുപോലെ തന്നെ വസ്തു വിൽപ്പന, സാധനങ്ങൾ വിൽക്കാനായിട്ടോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ചെയ്യാനായിട്ടുള്ള ഇടപാടുകൾ, ബ്രോക്കറായിട്ട് പ്രവർത്തിക്കുന്നതിലൂടെയുള്ള ഇടനില നിൽക്കുന്നതിലൂടെയുള്ള ലാഭം, ഇതൊക്കെ ഉണ്ടാകുന്ന കാലമാണ്. ഏജൻസികളിൽ നിന്നുമൊക്കെ ധനലാഭം ഉണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ ഈ വർഷം പുരോഗതി ഉണ്ടാകും. ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് സ്ഥാനക്കയറ്റത്തിനും അനുകൂലമായ സ്ഥലം മാറ്റത്തിനും യോഗമുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും സാധിക്കുന്നതാണ്. ഇപ്പം നിലവിലുള്ള ബിസിനസ് ഒരല്പം കൂടെ വിപുലീകരിക്കാനായിട്ട് സാധിക്കും.
പുതിയ സുഹൃത്ത് ബന്ധങ്ങളോ സ്നേഹബന്ധങ്ങളോ ഒക്കെ ഈ വർഷം ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സുഹൃത്തുക്കളുമായിട്ടുള്ള പണമിടപാടുകളിൽ എപ്പോഴും സൂക്ഷ്മത പുലർത്തേണ്ടതും ആവശ്യമാണ്. ഇല്ലെങ്കിൽ അതൊരു പിണക്കത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. വ്യാഴം മെയ് മാസം മുതൽ അവരുടെ 12ലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ, അല്ലെങ്കിൽ വർഷത്തിൻ്റെ പകുതി, മെയ് മാസം പകുതി വരെ വ്യാഴം 11-ലായതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടും. മെയ് മാസം കഴിയുമ്പോഴത്തേക്കും വ്യാഴം അവരുടെ 12ാം ഭാവത്തിലേക്ക്, ചെലവിൻ്റെ ഭാവത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അതിൻ്റെ ഫലം എന്താണ്? ചെലവ് വർദ്ധിക്കും. ചെലവിൽ കൂടുതൽ നിയന്ത്രണം വരുത്തുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലേക്ക് പിന്നെയും എത്തിച്ചേരും. അപ്പോൾ ശനിയും വ്യാഴവും ഇങ്ങനെയാണെങ്കിലും അന്യനാട്ടിൽ പഠനത്തിനോ ജോലിക്കോ അവസരം ഉണ്ടാകുന്നതാണ്. മാനസികമായ ചാഞ്ചാട്ടങ്ങളൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോയാൽ എല്ലാ കാര്യത്തിലും വിജയം സിദ്ധിക്കും. അതായത് ചെറിയൊരു പരാജയം വരുമ്പോഴത്തേക്കും ഡിപ്രസ്ഡായിട്ട് മൂഡ് ഔട്ടായിട്ടിരുന്നാൽ ഒരു കാര്യത്തിനും പരിഹാരമാകില്ല. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് പോവുക. നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ആ രംഗത്ത് പരിചയമുള്ള ആൾക്കാരോടൊന്ന് ചോദിച്ചോ ചർച്ച ചെയ്തോ അത് പരിഹരിച്ചെടുക്കുക. അതിനുള്ള വഴികൾ കണ്ടെത്തുക. അങ്ങനെ നമുക്ക് നേരെ വരുന്ന വെല്ലുവിളികളെ നമ്മൾ നേരിടുമ്പോഴാണ് നമ്മൾ കൂടുതൽ കരുത്തരാകുന്നത്. തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്കൊക്കെ ചേരാൻ സാധ്യതയുണ്ട്. അതായത് ഈ ജോലി കിട്ടാൻ പ്രത്യേകം പരിശീലനം കൊടുക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ചേർന്ന് പഠിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ആരോഗ്യപരമായിട്ട് തൃപ്തികരമായിരിക്കും ഈ വർഷം. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷമാണെങ്കിലും ആരോഗ്യം വലിയ മോശം ആകുകയില്ല. ദൈവാധീനക്കുറവ് അല്പം ഉണ്ടാകും വ്യാഴം 12-ലായതുകൊണ്ട്. ചികിത്സകളൊക്കെ ഫലിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി നമുക്ക് അവരുടെ പരിഹാരങ്ങളിലേക്ക് നോക്കാം. കേതുർദശ, ചൊവ്വദശ, സൂര്യദശ, ഈ ദശാകാലങ്ങളിൽ പൂയ നക്ഷത്രക്കാർ വഴിപാട് ചെയ്യേണ്ടതാണ്. ഈ 3 ദശകളും അവർക്ക് ഗുണകരമല്ല. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ശനി ഭഗവാന് വഴിപാട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ശനിയും പൂയവും ഒത്തുവരുന്ന ദിവസം ശാസ്താക്ഷേത്ര ദർശനം നടത്തുക. ശനിയാഴ്ചയും പൂയവും ഒത്തുവരുന്ന ദിവസം. രോഗാവസ്ഥയുള്ളവർ ശിവക്ഷേത്രത്തിൽ ആയുർസൂക്ത ഹോമം അല്ലെങ്കിൽ ആയുർസൂക്ത അർച്ചനയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പൗർണമി വ്രതം എടുക്കുന്നത് മനസ്സിന് ശാന്തി നൽകാൻ വളരെ ഗുണകരമാണ്. ദുർഗാപൂജ നടത്തുന്നത് നല്ലതാണ്. പൗർണമി ദിവസം വ്രതം എടുത്തിട്ട് ദുർഗാപൂജ ചെയ്യുന്നത് നല്ലതാണ്. ആരോഗ്യപരമായിട്ട് കുഴപ്പമൊന്നും ഇല്ലാത്തവർ നല്ല വ്രതമായിട്ട് തന്നെ എടുക്കുക. അല്ലാത്തവർ ഒരിക്കൽ ഊണായിട്ട് ആ വ്രതം അനുഷ്ഠിക്കുക. അപ്പം പൗർണമി വ്രതം എടുക്കുന്നത് നല്ലതാണ്. അപ്പം മാനസികമായ പ്രയാസങ്ങൾ, ടെൻഷന്, പിരിമുറുക്കങ്ങളൊക്കെ അങ്ങ് മാറിക്കിട്ടും. പിന്നെ ഹനുമാൻ സ്വാമി, മൂകാംബിക ദേവി, ശ്രീകൃഷ്ണൻ തുടങ്ങിയവരെയൊക്കെ പ്രാർത്ഥിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണകരമാണ്. അതോടൊപ്പം തന്നെ മഹാദേവനെ കൂടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ വലിയ ഗുണഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അല്ലാത്തവർക്കും പ്രാർത്ഥിക്കാം കേട്ടോ. വിദ്യാർത്ഥികളല്ലാത്തവരും ഹനുമാൻ സ്വാമിയെയും മൂകാംബിക ദേവിയെയും ശ്രീകൃഷ്ണനെയും മഹാദേവനെയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറാനായിട്ട് നല്ലതാണ്. പല രീതിയിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ഗ്രഹങ്ങൾ മാറുന്ന സമയമുണ്ടല്ലോ, അതായത് മാർച്ച് മാസത്തിൽ ശനി മാറുമ്പോഴും മെയ് മാസത്തിൽ വ്യാഴവും രാഹുകേതുക്കളും മാറുമ്പോഴും പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണം. പിന്നെ തടസ്സം മാറാനായിട്ട് അയ്യപ്പസ്വാമിക്ക് അരവണ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ദേവിക്ക് കടുംപായസം വഴിപാട് കൊടുക്കുന്നതും നല്ലതാണ്. വലിയ മാനസിക പ്രയാസമുള്ള ഘട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. വീട്ടിൽ തന്നെ ഒരു 9 ദിവസമാണ് ചെയ്യേണ്ടത്. നെയ്വിളക്ക് തെളിച്ച് വെക്കുക. അതിൻ്റെ മുമ്പിൽ കുറച്ച് ഉണക്കമുന്തിരി, കൽക്കണ്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുക. ശർക്കര, അവലെ മലര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. നല്ല ശുദ്ധിയുണ്ടെങ്കിലേ ചെയ്യാവുള്ളൂ. ശരീരത്തിനും മനസ്സിനും നല്ല ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. കാരണം ഹനുമാൻ സ്വാമിയുടെ ആരാധനാ രീതി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഈ വളരെ മനസ്സങ്ങ് തകർന്നിരിക്കുന്ന ഘട്ടത്തിൽ ഈ ഒരു കാര്യം 9 ദിവസം ചെയ്യുകയാണെങ്കിൽ മനസ്സിന് നല്ല ശാന്തതയുണ്ടാകും. ആ തടസ്സം മാറിക്കിട്ടും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾ അവിടെ നിന്ന് മാറിപ്പോവുകയോ അല്ലെങ്കിൽ അയാളെ കൊണ്ടുള്ള ഉപദ്രവം അവസാനിക്കുകയോ ഒക്കെ ചെയ്യും ഏതെങ്കിലും രീതിയിൽ. ഒരുപക്ഷെ അയാൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോവാം, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് മാറിപ്പോവാം. എങ്ങനെയാണെങ്കിലും ഹനുമാൻ സ്വാമിയുടെ ഒരു അനുഗ്രഹം കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പൂയ നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങളും അവർ ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. 2025 ഫലമായിട്ട് പറയാനുള്ളത് ചുരുക്കത്തിലാണ് പറയുന്നത്.
എങ്കിലും ഏകദേശം എല്ലാം ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.